ടിക്കറ്റിൽ നിന്ന് ഒരു ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 10 ടിക്കറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുമോ? ഹലോ, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടിക്കറ്റിൽ ഇപ്പൊ ഒരു ജനറൽ ഓഫർ നടക്കുന്നുണ്ട്. ഇന്ന് രാത്രി 11:59 വരെ ഓൺലൈൻ ത്രൂ നിങ്ങൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 2 ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 2 ടിക്കറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കും. അത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ഓഫറാണ്. നോർമലി ടിക്കറ്റിന്റെ ഒരു ഓഫർ എന്ന് പറയുന്നത് 2 ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് ഒരു ടിക്കറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുക എന്നുള്ള ഒരു ഓഫറാണ്. അതിന് പുറമെ സ്പെഷ്യൽ ആയിട്ട് ഇതുപോലെ എല്ലാവർക്കും അവർ ഓഫർ നൽകാറുണ്ട്. 2 ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 2 ടിക്കറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുക, 1 ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 1 ടിക്കറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുക. ആ രീതിയിലുള്ള ഓഫർ ലഭിക്കാറുണ്ട്. ഇതൊരു സ്പെസിഫിക് പീരീഡിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ലഭിക്കുക. ഇനി അതല്ലാതെ 1 ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 3 ടിക്കറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുക, 2 ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 6 ടിക്കറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുക, 4 ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 10 ടിക്കറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുക. ഈ രീതിയിലുള്ള ഓഫറൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. തീർച്ചയായും അങ്ങനെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ മാസമൊക്കെ ഇതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് റിപ്പീറ്റഡ്ലി ചെയ്യാതിരിക്കാറാണ്. ഇപ്പൊ കമന്റ് ത്രൂ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, ഞാൻ 1 ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 3 ടിക്കറ്റ് ഫ്രീ ആയിട്ട് ലഭിച്ചു, 2 ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 6 ടിക്കറ്റ് ഫ്രീ ആയിട്ട് ലഭിച്ചു, ഈ ഒരു ഓഫർ ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോ അതിന്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു സ്പെഷ്യൽ ഓഫർ ആണ്. നിങ്ങൾ ടിക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെയിൽ ഓപ്പൺ ആക്കി നോക്കുക. ടിക്കറ്റിന്റെ തന്നെ ഒഫീഷ്യൽ മെയിൽ ത്രൂ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ആ ഒരു സ്പെഷ്യൽ കസ്റ്റമർ ആണെങ്കിൽ എല്ലാ മാസവും ഇതുപോലെ അവർ ഓഫർ സെൻഡ് ചെയ്യാറുണ്ട്. ആ ഒരു സ്പെസിഫിക് ടൈമിൽ ചില സമയത്ത് നിങ്ങൾ കൂപ്പൺ ആഡ് ചെയ്യേണ്ടതുണ്ടാവും. അതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. ആ ഒരു സ്പെസിഫിക് ടൈമിൽ നിങ്ങൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 1 ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 3 ടിക്കറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കും. എന്താണോ അവർ ആ മെയിലിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ അത് എല്ലാവർക്കും ലഭിക്കുന്നതല്ല. അപ്പൊ നമ്മൾ 10 പേര് ഒരുമിച്ച് സ്ഥിരമായിട്ട് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 10 പേരും അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. കാരണം റൊട്ടേറ്റ് ചെയ്ത് ഈ മാസം എന്റെ പേരിലാണെങ്കിൽ അടുത്ത മാസം മറ്റൊരാളുടെ പേരിലായിരിക്കും ടിക്കറ്റ് പർച്ചേസ് ചെയ്യുക. അപ്പൊ എല്ലാവരുടെയും അക്കൗണ്ടിലുള്ള മെയിൽ ഓപ്പൺ ആക്കി നോക്കുക. ആ ഒരു മെയിലിൽ ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓഫർ ഉപയോഗപ്പെടുത്തി ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു അവസരം മുതലാക്കി ഒരുപാട് സ്കാമേഴ്സ് വരും. അതുകൊണ്ട് മെയിൽ അയക്കുന്ന സമയത്ത് ടിക്കറ്റിനെ തന്നെ ഒഫീഷ്യൽ മെയിൽ ത്രൂ ആണോ ഈ ഒരു ഓഫർ ലഭിച്ചതെന്ന് നോക്കുക. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് റെഡീം ചെയ്യാതിരിക്കുക. സാധാരണ നിങ്ങൾ ടിക്കറ്റ് അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്ന രീതിയിൽ ലോഗിൻ ചെയ്യുക. എന്നിട്ട് 1 ടിക്കറ്റ് പർച്ചേസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് 3 ടിക്കറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കും എന്നുള്ള ഓഫറാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ 4 ടിക്കറ്റ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് അടിച്ച് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വെറും 500 ദിർഹം പേ ചെയ്താൽ മതിയാകും. ആ ഒരു ഓഫർ അവൈലബിൾ ആണെങ്കിൽ. ഇനി കൂപ്പൺ ആഡ് ചെയ്യാൻ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കൂപ്പൺ ആഡ് ചെയ്ത് നോക്കുന്ന സമയത്തായിരിക്കും ഡിസ്കൗണ്ട് ലഭിക്കുക. അങ്ങനെ ചെക്ക് ചെയ്യാതെ അല്ലാതെ ലിങ്ക് ത്രൂ ഒന്നും പോകാതിരിക്കുക. സ്കാമേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഒഫീഷ്യൽ ആയിട്ട് ടിക്കറ്റിന്റെ മെയിൽ വന്നതാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല, നിങ്ങൾക്ക് റെഡീം ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ടിക്കറ്റിന്റെ മെയിലിലേക്ക് ആ ഒരു മെയിലിന് റീപ്ലൈ അയച്ചുകൊണ്ട് കൺഫേം ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ മെയിലിലേക്ക് ഇങ്ങനെ ഒരു ഓഫർ എനിക്ക് ലഭിച്ചിട്ടുണ്ട്, ഇത് ജെനുവിനാണോ എന്ന് നിങ്ങൾക്ക് ഒരു മെയിൽ അയച്ചാൽ അവർ അതിന്റെ കൺഫർമേഷൻ തരും. എന്നിട്ട് പർച്ചേസ് ചെയ്താൽ മതി. ഒരിക്കൽ കൂടി പറയാ, ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോകാതെ സാധാരണ ടിക്കറ്റിന്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്തതുപോലെ ലോഗിൻ ചെയ്ത് അവരെ പറഞ്ഞ ഓഫർ അവൈലബിൾ ആണോ എന്ന് നോക്കിയിട്ട് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുക. ഇത് സ്പെഷ്യൽ ഓഫർ ആണ്, എല്ലാവർക്കും ലഭിക്കില്ല. എല്ലാവരും അതുകൊണ്ട് എല്ലാ മാസവും മെയിൽ ഓപ്പൺ ആക്കി നോക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഓഫർ ലഭിക്കുന്നതാണ്. അപ്പൊ അതോടൊപ്പം തന്നെ ടിക്കറ്റിന്റെ ഈ പ്രാവശ്യത്തെ ലൈവ് ഡ്രോ ഡിസംബർ 31-ാം തീയതിയാണ്. ഉച്ചയ്ക്ക് 2 മണിയാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ചാനൽ ത്രൂ ഞാൻ അതിന്റെ ലൈവ് റിസൾട്ട് അനൗൺസ് ചെയ്തതാണ്. അപ്പൊ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ ടിക്കറ്റിൽ എങ്ങനെ ഓൺലൈൻ ത്രൂ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാന്നുള്ളതിന്റെ ഒരു ലേറ്റസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അറിയണം താല്പര്യമുള്ള ആൾക്കാരെ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെല്ലാം അറിയിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.